ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അടിപൊളി കഥ കേട്ടാലോ? കഥയുടെ പേര് എന്റെ ഹൃദയത്തിലെ നിറം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ചെറിയ ആശയക്കുഴപ്പത്തോടെയാണ്. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. ചില ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ സങ്കടം വരും, അല്ലേ? മറ്റു ചിലപ്പോഴോ എന്താ തോന്നുന്നെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോ ഇന്ന് നമ്മൾ ആരവ് എന്നൊരു കുട്ടിയുടെ കഥയിലൂടെ നമ്മുടെ ഉള്ളിലെ ഈ ഫീലിംഗ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു രഹസ്യം പഠിക്കാൻ പോവാണ്. ഒരു ദിവസം രാവിലെ ആരവ ഉറക്കമുണർന്നപ്പോൾ അവനൊരു വല്ലാത്ത ഫീലിംഗ്, എന്തോ ഒരു സുഖമില്ലായ്മ പോലെ. ഒരു കാരണവുമില്ല, എന്നാലും നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം. അതൊരു വേദനയല്ല, അസുഖവുമല്ല, വെറുമൊരു തോന്നൽ. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താണിങ്ങനെ തോന്നുന്നതെന്ന് ഒരു പിടിയുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആരവ് ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവനെ സഹായിക്കാൻ ഒരാൾ വരുന്നത്. ഹൃദയത്തിനുള്ളിലെ ആ രഹസ്യ നിറങ്ങൾ കാണിച്ചു കൊടുക്കാൻ വന്ന ഒരു മാന്ത്രിക സഹായി. ആരാണെന്നല്ലേ നമുക്ക് നോക്കാം. ആരവിങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോൾ എവിടുന്നോ ഒരു കുഞ്ഞു പക്ഷി പാറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ഫീലിംഗ് ബേർഡാണ്. കുട്ടികളെ അവരുടെ ഹൃദയം മനസ്സിലാക്കാൻ ഞാൻ സഹായിക്കും. ആദ്യമായിട്ട് ആ കുഞ്ഞു പക്ഷി ആരവിന് ഒരു നിറം കാണിച്ചു കൊടുത്തു. നല്ല സ്വർണ്ണ സൂര്യനെപ്പോലെ തിളങ്ങുന്നൊരു നിറം. അത് മറ്റൊന്നുമല്ല, സന്തോഷമായിരുന്നു. അപ്പോ പക്ഷി പറഞ്ഞു, നിനക്ക് സന്തോഷം തോന്നുമ്പോൾ നിന്റെ ഹൃദയം ഇങ്ങനെ മഞ്ഞ നിറത്തിൽ തിളങ്ങും. നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുമ്പോഴും തമാശ പറഞ്ഞു ചിരിക്കുമ്പോഴുമൊക്കെ നമ്മുടെ ഹൃദയം ഇങ്ങനെ സൂര്യനെപ്പോലെ തിളങ്ങുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്തത്, പെട്ടെന്ന് ഹൃദയം ആളിക്കത്തുന്ന തീ പോലെ ചുവന്നു. അത് ദേഷ്യത്തിന്റെ നിറമായിരുന്നു. അതെ, ചുവപ്പ് നിറമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഫീലിംഗ്സും വലിയ എനർജിയുമാണ്. നമ്മുടെ കളിപ്പാട്ടം പൊട്ടുമ്പോഴോ ആരെങ്കിലും വഴക്ക് പറയുമ്പോഴോ ഒക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ ഹൃദയം ദേഷ്യം കൊണ്ട് ചുവക്കുന്നത്? പിന്നെ ഹൃദയത്തിന്റെ നിറം വീണ്ടും മാറി, മഴത്തുള്ളികൾ പോലെ നീലയായി. അത് സങ്കടത്തിന്റെ അടയാളമായിരുന്നു. നീലനിറം, അത് നമ്മുടെ കണ്ണുനീരിന്റെയും ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തോന്നുന്ന വിഷമത്തിന്റെയുമൊക്കെ അടയാളമാണ്. നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴൊക്കെ ഇങ്ങനെ തോന്നാറില്ലേ? അവസാനമായിട്ട് ഹൃദയത്തിന് മുകളിൽ ഒരു കറുത്ത മേഘം വന്ന പോലെ ഒരു ചാരനിറം. അപ്പൊ പക്ഷി പറഞ്ഞു, ഇതാണ് ഭയം. നമുക്ക് ഇരുട്ടിനെ പേടി തോന്നുമ്പോഴും അല്ലെങ്കിൽ എക്സാമിനെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കുമ്പോഴുമൊക്കെ നമ്മുടെ ഹൃദയം ഇങ്ങനെ ചാരനിറത്തിലാവും. ഇത് പേടിയുടെയും ടെൻഷന്റെയുമൊക്കെ നിറമാണ്. അങ്ങനെ ഈ നിറങ്ങളെല്ലാം കണ്ടപ്പോ ആരവിനൊരു കാര്യം കത്തി. എന്താണെന്നറിയാമോ? അവൻ ചെറിയൊരു ചിരിയോടെ പക്ഷിയോട് ചോദിച്ചു, അപ്പോ നമ്മുടെ ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഈ നിറങ്ങൾ പോലെയാണോ? ആ ചോദ്യത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. അവന് കാര്യം മനസ്സിലായി തുടങ്ങിയിരുന്നു. അതെ എന്ന് പക്ഷി പറഞ്ഞു. വികാരങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള മെസ്സേജുകളാണ്. അവ നല്ലതോ ചീത്തയോ അല്ല. അവ നിന്നോട് എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. അന്നു മുതൽ ആരവ് തനിക്ക് വരുന്ന ഫീലിംഗ്സിനോട് ദേഷ്യപ്പെടുന്നത് നിർത്തി. പകരം അവയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദേഷ്യം വന്നാൽ, സങ്കടം വന്നാൽ അതെന്തിനാണെന്ന് അവൻ ചിന്തിച്ചു. അപ്പോ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? 1, നമുക്ക് വരുന്ന ഫീലിംഗ്സ് ഒക്കെ നോർമലാണ്. 2, ഈ ഫീലിംഗ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം അവ നമുക്ക് ഓരോ സിഗ്നലുകൾ തരുന്നുണ്ട്. 3, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സിഗ്നലുകളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വല്ലായ്മയോ സന്തോഷമോ സങ്കടമോ തോന്നിയാൽ ഒരു നിമിഷം കണ്ണടച്ച് സ്വയം ചോദിക്കണം, ഇന്നെന്റെ ഹൃദയത്തിന് എന്ത് നിറമാണ്? ആ ഉത്തരം കണ്ടെത്തുന്നത് ഒരു വലിയ മാറ്റമായിരിക്കും, ഉറപ്പ്.